കഥയെ ആരംഭിക്കുന്നത് ജോസി എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് വിവാഹത്തിനായി ലൂസിയാനയിലെ സെന്റ് അഗസ്റ്റിൻസ് ചർച്ചിൽ അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. വൈകാതെ അവളുടെ ഫിയാൻസി ലിയാം അങ്ങോട്ടേക്ക് വന്നു ചേരും എന്നവളും കൂട്ടുകാരുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സമയം പിന്നിട്ടിട്ടും ലിയാം അങ്ങോട്ടേക്ക് എത്തിയില്ല. ഒടുവിൽ ജോസിയെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത വന്നെത്തി. ആരോടും ഒന്നും പറയാതെ ലിയാം ആ നാട് തന്നെ വിട്ടുപോയിരിക്കുന്നു എന്നായിരുന്നു അത്. ജോസി ആകെ തകർന്നുപോയിരുന്നു. പിന്നീട് 8 കൊല്ലങ്ങൾ കഴിഞ്ഞ് ജോസിയെ വിവാഹം കഴിക്കാനിരുന്ന ലിയാം ഒരു ഫേമസ് മ്യൂസീഷ്യനായി മാറിയിരുന്നു. വളരെയധികം പ്രോഗ്രാമുകളും കൺസേർട്ടുകളും ഒക്കെയുള്ള ഒരു മനുഷ്യൻ. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെ അവനുണ്ടായിരുന്നു. നിരവധി ഫീമെയിൽ ഫാൻസുകളും ഭ്രാന്തമായി അവനെ ആരാധിക്കുന്നവരും ഉള്ളതുകൊണ്ട് തന്നെ അവന്റെ രാത്രികളിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അവന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഒരു കൺസേർട്ടിന് ശേഷം ഒരു ഹോട്ടലിൽ പുലർച്ചെ അവൻ ഉറക്കമുണർന്നപ്പോ അവിടെ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ വലിയ എക്സൈറ്റഡ് ആയി ലിയാമിനെ അടുത്ത് കണ്ട് തുള്ളിച്ചാടാനും മറ്റും ആരംഭിച്ചു. പക്ഷേ ഇതിനിടയിൽ താഴെ വീണ ലിയാമിന്റെ പഴയ ഫോണിൽ അവൾ കയറി ചവിട്ടുന്നതും മറ്റും അവൾ ശ്രദ്ധിച്ചിരുന്നേയില്ല. ലിയാം അത് കണ്ടതും വല്ലാതെ പാനിക്കായി. ആ നിമിഷം തന്നെ ആ ഫോണും എടുത്ത് മുഖം പോലും മര്യാദക്കൊന്ന് കഴുകാതെ ലിയാം നേരെ പുറത്തേക്ക് ഇറങ്ങിയോടി. അവൻ ഓടിയതാകട്ടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പിലേക്കുമായിരുന്നു. സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ലിയാമിനെ പിന്തുടർന്ന് മീഡിയയും ആൾക്കാരുമൊക്കെ വന്നു ചേരാനും തുടങ്ങിയിരുന്നു. ഷോപ്പിലെത്തി കംപ്ലൈന്റ് ആയ തന്റെ പഴയ ഫോൺ നന്നാക്കി തരാൻ അവിടുത്തെ സ്റ്റാഫുകളോട് ലിയാം ആവശ്യപ്പെട്ടു. സ്റ്റാഫുകൾ തന്നെ ലിയാമിനെ അവിടെ കണ്ട് അതിശയിച്ചു നിൽക്കുകയായിരുന്നു. അവർ ലിയാമിന്റെ ഫോൺ ശരിയാക്കി കൊടുത്തു. ഫോൺ ശരിയാക്കി കിട്ടിയപ്പോൾ മാത്രമായിരുന്നു ലിയാമിന് ആശ്വാസം തോന്നിയത്. ഫോൺ കിട്ടിയവൻ അതിലെ പഴയൊരു വോയിസ് മെയിൽ റെക്കോർഡിംഗ് പ്ലേ ചെയ്തു. അതൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കണ്ടതും അവന് വലിയ ആശ്വാസം അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ലിയാം അങ്ങനെ ഓടിയതും അത്തരത്തിലൊരു പഴയ ഫോൺ നന്നാക്കിയെടുത്തതുമൊക്കെ വാർത്തയാവാൻ ആരംഭിച്ചു. എന്താണ് ആ ഫോണിലുള്ളത് എന്ന തരത്തിൽ ലിയാമിനെതിരെ ചോദ്യങ്ങളും വന്നു. അതിലൊരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ഉണ്ട് എന്ന് മാത്രമായിരുന്നു മാനേജർ സാം വരെ ലിയാമിനോട് ചോദിച്ചപ്പോൾ ലിയാം പറഞ്ഞത്. മാനേജർ ലിയാമിനുമേൽ ചെയ്ത പ്രവൃത്തികളുടെ പേരിൽ വലിയ ദേഷ്യത്തിലുമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോ വിവാദങ്ങൾ ഉണ്ടാവുന്നത്. ലിയാം ഒക്കെ കേട്ട് മുറിയിലിരിക്കുമ്പോ ഒരു വാർത്ത കണ്ടു. വാഹനാപകടത്തിൽ ലിയാന്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന മേസൻ മരണപ്പെട്ടു എന്ന വാർത്തയായിരുന്നു അത്. ഫ്യൂണറൽ ചടങ്ങിന് നാട്ടിലേക്ക് പോവാതിരിക്കാൻ ലിയാമിന് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ആ വലിയ നഗരത്തിൽ നിന്നും ലൂസിയാനയിലേക്ക് അവൻ തിരിക്കുകയാണ്. രഹസ്യമായി ലൂസിയാനയിൽ എത്തിയവൻ ഫ്യൂണറൽ ചടങ്ങ് നടക്കുന്ന സെന്റ് അഗസ്റ്റിൻ ചർച്ചിന്റെ മുമ്പിലേക്കായിരുന്നു എത്തിച്ചേർന്നത്. പണ്ട് അവന്റെ വിവാഹം നടക്കാനിരുന്ന അതേ ചർച്ചിലേക്ക്. പുറമേ നിന്ന് ഒരു നെടുവീർപ്പോടെ അവൻ ആ ചർച്ചിലേക്കും അതിന്റെ പരിസര പ്രദേശത്തേക്കും നോക്കി. അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ എന്തോ ഒരു മടി ലിയാമിന് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചിന്റെ അകത്തേക്ക് കയറാതെ പുറത്തെ പടിക്കെട്ടിന്മേൽ അവൻ ഇരിക്കാൻ ആരംഭിച്ചു. പള്ളിക്കകത്ത് പണ്ട് താൻ ഉപേക്ഷിച്ചു പോയ ഒരുപാട് പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാകും എന്നവൻ അറിയാമായിരുന്നു. അവരെങ്ങനെ പ്രതികരിക്കും, അവരെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെയുള്ള ആശങ്കയായിരുന്നു ലിയാമിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത്. ലിയാം അവിടെ ഇരിക്കുമ്പോഴാണ് ജോസിയും മകളും ആ വഴി ഓടി വന്നത്. ലിയാമും ജോസിയും 8 വർഷങ്ങൾക്ക് ശേഷം നേരിൽ കാണുകയായിരുന്നു. മകൾക്കൊപ്പം ജോസി നേരെ അകത്തേക്ക് പോയി. ഇടയ്ക്കൊന്ന് അവനെ തിരിഞ്ഞു നോക്കുകയും ചെയ്തിരുന്നു. ലിയാം ശേഷം തന്റെ അച്ഛനെ കണ്ടു. ലിയാമിന്റെ അച്ഛൻ പള്ളിയിലൊരു പാസ്റ്ററായി ജോലി നോക്കുകയാണ്. അച്ഛൻ ലിയാമിനോട് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ക്ലാരിറ്റിയുമില്ലാതെ 8 കൊല്ലം മുമ്പ് കുടുംബത്തെ ഉപേക്ഷിച്ച് ലിയാം പോയതിന് അച്ഛൻ അവനോട് ദേഷ്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം അത് അത്രമേൽ പ്രകടിപ്പിച്ചില്ല. കാരണം അദ്ദേഹം അവനെ അത്രമേൽ അപ്പോഴേക്കും മിസ് ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ ലിയാമിന് മാനേജറുടെ ഫോൺ കോൾ വന്നു. പറയാതെയാണല്ലോ ലിയാം നാട്ടിലേക്ക് പോകുന്നത്. ലിയാമിന്റെ കൺസേർട്ട് മിസ്സായി, കുറെ പ്രോഗ്രാമുകളുണ്ട് എന്ന തരത്തിലൊക്കെ മാനേജർ ലിയാമിനോട് ദേഷ്യപ്പെട്ടു. തന്റെ ബെസ്റ്റ് ഫ്രണ്ട് മരണപ്പെട്ടെന്നും അത് കാരണം നാട്ടിൽ വന്നിരിക്കുകയാണെന്നും കൺസേർട്ടിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും താനത് വഹിച്ചോളാം എന്നും ലിയാൻ മാനേജറെ അറിയിച്ചു. ശേഷം ലിയാം തന്റെ സൈക്കിളും എടുത്ത് പുറത്തേക്കിറങ്ങി. അവൻ നേരെ പോയത് ജോസി പണ്ട് ജോലി നോക്കിയിരുന്ന കൺവീനിയൻസ് സ്റ്റോറിലേക്കായിരുന്നു. അവിടെത്തി അവിടെയുള്ള സ്റ്റാഫിനെ കണ്ട് ജോസിയെ പറ്റി തിരക്കി. പക്ഷേ അവളെവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നത് എന്നറിയില്ലെന്നായിരുന്നു ആ സ്റ്റാഫ് പറഞ്ഞത്. മിനി മാർക്കറ്റിൽ നിന്ന് പുറത്തു വന്ന് ലിയാം പുറത്തിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ജോസി മുന്നിൽ നടന്നു വരുന്നത് ലിയാം കാണുന്നത്. അവളൊരു ഷോപ്പിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ലിയാം അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഫ്ലവർ ഷോപ്പ് നടത്തുന്നതും അതിന്റെ ഉടമസ്ഥയും നിലവിൽ ജോസിയാണ്. അവളോട് ലിയാം സംസാരിക്കാൻ ശ്രമിച്ചു. ലിയാം പണ്ട് തന്നെ ഉപേക്ഷിച്ചു പോയതിലുള്ള ദേഷ്യവും പരിഭവവും ഒക്കെയും ജോസിക്കുണ്ടായിരുന്നു. അവളുടെ വാക്കുകളിലും സംസാരത്തിലും അത് പ്രകടവുമായിരുന്നു. ലിയാം തന്നെ ഉപേക്ഷിച്ച് പോയ ശേഷം ഒന്ന് നേരെ നിൽക്കാൻ വേണ്ടിയാ താൻ ശ്രമിക്കുന്നതെന്നും അതിനെ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്നും അവൾ പറഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജോസിയുടെ മകൾ ബില്ലി സ്കൂൾ കഴിഞ്ഞെത്തുന്നത്. ലിയാം തന്റെ മകളെ കണ്ട് സംസാരിക്കാൻ
സംസാരിക്കരുത് എന്നൊക്കെ ജോസിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബില്ലിയെ തന്റെ കൂട്ടുകാരി ലോറയ്ക്കൊപ്പം ജോസി പറഞ്ഞയക്കുകയാണ്. പക്ഷേ ബില്ലി പോകുന്നതിനു മുമ്പ് ലിയാമിനോട് അവിടെ നിന്നേ സംസാരിച്ചു. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളെയല്ലേ ചർച്ചിന്റെ മുമ്പിൽ തലേദിവസം കണ്ടത് എന്നും ബില്ലി ചോദിക്കുന്നുണ്ട്. നിനക്ക് എത്ര വയസ്സായി എന്നായിരുന്നു ലിയാം ചോദിച്ചത്. 7 വയസ്സായി എന്ന് ബില്ലി പറഞ്ഞതും ബില്ലി തന്റെ മകളാണ് എന്ന ആ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് തന്നെ ലിയാം തിരിച്ചറിഞ്ഞു. ബില്ലി പോയി കഴിഞ്ഞതും ലിയാം ജോസിയോട് തന്റെ ആ സംശയം ചോദിച്ചു. ലിയാം തന്നെ ഉപേക്ഷിച്ച് പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് താൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത് എന്നായിരുന്നു ജോസി ലിയാമിനോട് പറഞ്ഞത്. ശേഷം മകളെ ഉപേക്ഷിക്കാൻ തനിക്ക് മനസ്സ് വന്നില്ലെന്നും അതുകൊണ്ട് എന്റെ മകളെ പൊന്നുപോലെ ഞാൻ നോക്കി വളർത്തുകയാണ് എന്നും അവൾ വ്യക്തമാക്കി. വിവരമറിഞ്ഞ് ലിയാമിനെ കോണ്ടാക്ട് ചെയ്യാൻ താൻ ഒരുപാട് ശ്രമിച്ചെന്നും പക്ഷെ ഒരിക്കൽ പോലും ലിയാം ഒന്നിനും മറുപടി തന്നില്ലെന്നും ജോസി പരിഭവത്തിൽ പറഞ്ഞു. ലിയാം ഉടൻ ചോദിച്ചു, എന്നോട് നിനക്കപ്പോ നല്ല ദേഷ്യമുണ്ടാവണമല്ലോ, എന്നിട്ടും മരണപ്പെട്ടുപോയ എന്റെ അമ്മയുടെ പേര് ബില്ലി എന്ന് നീ എങ്ങനെ നമ്മുടെ മകൾ കിട്ടു? ജോസി പറഞ്ഞു, നിങ്ങളുടെ അച്ഛന് ബില്ലിയെ അത്രയ്ക്കിഷ്ടമാണ്. അദ്ദേഹം തന്നെയാ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ബില്ലി കിട്ടത്. തന്റെ അച്ഛന് ബില്ലിയെപ്പറ്റി എല്ലാ വിവരവും അറിയാമായിരുന്നു, തനിക്കൊരു മകളുണ്ടെന്ന് അറിയാമായിരുന്നു എന്ന തിരിച്ചറിവ് ജോസിയിൽ നിന്ന് കേട്ടതും ലിയാമിന് വലിയ ദേഷ്യം വന്നു. അച്ഛൻ അത്രയുമായിട്ടും അവനോടൊരു വാക്കുപോലും അതിനെപ്പറ്റി പറഞ്ഞിരുന്നില്ലല്ലോ. ആ ദേഷ്യത്തിൽ വേഗത്തിൽ വീട്ടിലേക്ക് ചെന്ന ലിയാം തന്റെ അച്ഛനെ എതിരിട്ടു. എന്തുകൊണ്ട് അച്ഛൻ ബില്ലി തന്റെ മകളാണെന്ന് അറിയാമായിരുന്നിട്ടും തന്നോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു. അവന്റെ ആദ്യ കൺസേർട്ട് നടക്കുമ്പോ അവന്റെ അടുത്ത് വന്ന് പറയാൻ താൻ ശ്രമിച്ചതാണെന്നും പക്ഷേ അന്ന് ഞാൻ പറയാൻ വന്നതൊന്നും തന്നെ നീ കേട്ടില്ലെന്നും എന്നെ നീ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുകയാ ചെയ്തത്, ഒക്കെ മറന്നുപോയോ എന്നായിരുന്നു അവന്റെ അച്ഛൻ ചോദിച്ചത്. ലിയാമിന് മറുപടി ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് കരിയറും അതിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒക്കെ തലക്ക് പിടിച്ചിരുന്ന അവൻ മറ്റൊന്നിനും ശ്രദ്ധ കൊടുത്തിരുന്നുമില്ല. അടുത്ത ദിവസം ലിയാം പള്ളിയിൽ പോയി. പള്ളിയുടെ പുറത്തെത്തിയപ്പോ പാസ്റ്ററായ അവന്റെ അച്ഛൻ പറയുന്ന വാക്കുകളായിരുന്നു അവൻ കേട്ടത്. ജീവിതത്തിൽ ഏവർക്കും തെറ്റുകൾ പറ്റും, അത് ക്ഷമിച്ചു കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. അന്നും പള്ളിക്ക് വെളിയിലെ പടിക്കെട്ടിൽ ഇരുന്ന് ലിയാം പള്ളിയിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന നാട്ടുകാരായ ഓരോരുത്തരോടും പണ്ട് അവരെയൊക്കെ ഉപേക്ഷിച്ച് താൻ പോയതിന് ക്ഷമ ചോദിച്ചു. ഏവരും അവനോട് ക്ഷമിക്കുകയും മറ്റും ചെയ്യുന്നുമുണ്ടായിരുന്നു. പക്ഷേ ഇത് പള്ളിക്കകത്തു നിന്ന് ജോസി കണ്ടിരുന്നു. ലിയാമിനോട് ദേഷ്യമുണ്ടായിരുന്ന ജോസി ആ വഴിക്ക് വരാതെ അതുകൊണ്ട് തന്നെ പള്ളിയുടെ മുൻവാതിൽ വഴി ഇറങ്ങാതെ മറ്റൊരു വഴിയിലൂടെ പുറത്തേക്കിറങ്ങിപ്പോയി. ജോസിയോട് സംസാരിച്ച് എങ്ങനെയും അവളുമായി വീണ്ടും എടുക്കണം എന്ന് ലിയാം ചിന്തിച്ചിരുന്നു. അടുത്ത ദിവസം പൂ വാങ്ങാനെന്ന വ്യാജേന ലിയാം ജോസിയുടെ ഷോപ്പിലെത്തി. ആ സമയം ബില്ലിക്കൊപ്പം കുറച്ചു സമയം ചിലവിടാനും മറ്റുമായി അവൻ ജോസിയോട് അനുവാദം ചോദിച്ചു. ജോസി ആദ്യമൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. താൻ അവളുടെ അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞ് ലിയാം ചോദിച്ചു. തനിക്ക് കുറച്ച് സമയം വേണം, മോളോട് സംസാരിക്കട്ടെ എന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. പിന്നാലെ ജോസി ബില്ലിയുമായി സംസാരിച്ചു. അവളുടെ അച്ഛന്റെ കാര്യം മെൻഷൻ ചെയ്തു. ബില്ലി ചിരിയോടെ അമ്മയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനോടകം തന്നെ ലിയാമാണ് തന്റെ അച്ഛനെന്ന് ബില്ലി മനസ്സിലാക്കിയിരുന്നു. അതവൾ സൂചിപ്പിച്ചപ്പോ ജോസി അല്പം അതിശയിക്കുക തന്നെ ചെയ്തു. ഒരു ഇൻട്രൊഡക്ഷൻ പ്രോസസ് എന്ന പോലെ ലിയാമിനെ വീട്ടിലേക്ക് ഡിന്നറിന് വിളിക്കാൻ ബില്ലി പറഞ്ഞു. ആ വാർത്ത ലിയാമിനെയും സന്തോഷിപ്പിച്ചിരുന്നു. ലിയാം പിന്നാലെ മാനേജർ സാമിനെ വിളിച്ചു. എങ്ങനെ ഓൺലൈനായി കുറച്ച് സാധനം ഓർഡർ ചെയ്യും എന്ന് ചോദിക്കാനായിരുന്നു അത്. എന്തിനാണെന്നൊക്കെ സാം തിരക്കിയപ്പോ ലിയാം ഉള്ള കാര്യം പറഞ്ഞു. തനിക്കൊരു മകളുണ്ടെന്നും മകൾക്കും മകളുടെ അമ്മയ്ക്കും ഗിഫ്റ്റ് വാങ്ങാനാണെന്നുമായിരുന്നു അത്. അന്ന് വൈകുന്നേരം ഡിന്നറിന് ലിയാം എത്തി. അവർക്കായി ഗിഫ്റ്റും ലിയാം കൊണ്ടുവന്നിരുന്നു. ജോസിക്ക് ഒരു ഡയമണ്ട് നെക്ലസും മകൾക്ക് വലിയ ഒരു ടെഡ്ഡി ബിയറുമായിരുന്നു അവൻ കൊണ്ടുവന്നത്. പക്ഷേ ഗിഫ്റ്റിലൊന്നും അവർക്ക് വലിയ താല്പര്യമേ തോന്നിയില്ല. ബില്ലി അച്ഛനെ ലിയാം എന്ന് തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. അത് കേട്ടതും ജോസി ബില്ലിയോട് കുറച്ചുകൂടെ പൊളൈറ്റായി സംസാരിക്കാൻ പറഞ്ഞു. പക്ഷേ ബില്ലിക്കാകട്ടെ അതൊന്നും വിഷയമേ ആയിരുന്നില്ല. ലിയാം പക്ഷേ മോൾക്ക് എന്താണോ ഇഷ്ടം അത് വിളിച്ചോ എന്ന് പറഞ്ഞു. അതോടെ ബില്ലി ലിയാമിനോട് കുറച്ചുകൂടെ നൈസായി ഇടപഴകാൻ തുടങ്ങി. അവിടുണ്ടായിരുന്ന അവളുടെ മുയൽക്കുട്ടിയെ കാണിക്കുവാൻ ലിയാമിനെ ബില്ലി കൂട്ടിക്കൊണ്ടുപോയി. ലിയാമിനോട് സംസാരിച്ചു. അമ്മ എപ്പോഴും ലിയാമിന്റെ പാട്ടുകൾ വീട്ടിൽ ഉച്ചത്തി വെച്ച് കേൾക്കുമെന്നും അതുകൊണ്ട് തന്നെ ലിയാമിനെ വല്ലാതെ സുപരിചിതമായിട്ടാ തോന്നുന്നത് എന്നും ബില്ലി പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ നാളെ എന്നെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വരുമോ എന്നും ബില്ലി ചോദിച്ചു. പോവാനിറങ്ങുമ്പോ ബില്ലി ചോദിച്ച ആ കാര്യം ലിയാം ജോസിക്കടുത്ത് പറഞ്ഞു. മകളെ നാളെ താൻ പിക്ക് ചെയ്തോട്ടെ എന്ന തരത്തിലായിരുന്നു അത്. പക്ഷെ അത് അംഗീകരിക്കാൻ ജോസിക്ക് പറ്റില്ലായിരുന്നു. പിന്നാലെ നിന്റെ ഗിഫ്റ്റുകളൊന്നും വേണ്ടെന്നും ഈ ഗിഫ്റ്റ് കൊണ്ടൊന്നും ഞങ്ങളെ മയക്കാമെന്ന് കരുതണ്ട എന്ന തരത്തിലൊക്കെ ജോസി ലിയാമിനോട് സംസാരിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും അടുത്ത ദിവസം
ദിവസം വൈകിട്ട് ഒന്നിച്ചുപോയി ബില്ലിയെ പിക്ക് ചെയ്യാം എന്ന് ലിയാമിനോട് ജോസി സമ്മതിച്ചു. അടുത്ത ദിവസം ജോസിയും ലിയാമും കൂടി ബില്ലിയെ പിക്ക് ചെയ്യാൻ സ്കൂളിന്റെ മുമ്പിലെത്തി. പക്ഷേ അപ്പോഴാണ് ഒരു അർജന്റ് കോൾ അവളെ തേടി എത്തുന്നത്. അവൾക്ക് ഉടനടി പോവണമായിരുന്നു. ബില്ലിയെ നീ തന്നെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോക്കോ, ഞാൻ വന്ന് കൂട്ടിക്കോളാം എന്നവൾ പറഞ്ഞു. പിന്നാലെ ജോസി അവിടെ നിന്ന് പോയി. സ്കൂളിൽ നിന്ന് പുറത്തു വന്ന ബില്ലിയെ ലിയാം സന്തോഷത്തോടെ പിക്ക് ചെയ്യുവാണ്. അങ്ങനെ ലിയാമിന്റെ കാറിലേക്ക് കയറുവാൻ ബില്ലി കാറിനടുത്തെത്തി. പക്ഷേ ലിയാമിന്റെ സ്പോർട്സ് കാർ കണ്ടതും ബില്ലിക്ക് അതിന്റെ സുരക്ഷയെപ്പറ്റി അല്പം ആശങ്കയുണ്ടായിരുന്നു. വളരെ ഇന്റലിജന്റ് ആയ കുട്ടിയാണ് ബില്ലി. ഇത്തരമുള്ള കാറുകളാ കൂടുതൽ അപകടത്തിൽപ്പെടുന്നേ, ഇതിൽ ഞാൻ യാത്ര ചെയ്യില്ല എന്നവൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ അച്ഛന്റെ കാർ കൊണ്ടുവരാൻ പറഞ്ഞ് അതിലായിരുന്നു ബില്ലിയുമായി ലിയാം തന്റെ വീട്ടിലേക്ക് പോയത്. അങ്ങനെ ബില്ലിയെയും കൂട്ടി ലിയാം വീട്ടിലെത്തി. അവിടെ വെച്ച് അവരൊന്നിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ശേഷം ഗിത്താർ എടുത്ത ലിയാം മകൾക്ക് മുമ്പിൽ അത് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഗിത്താർ ടൂണൊക്കെ ബില്ലി നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ബില്ലി പിന്നാലെ ലിയാമിനോട് ആരാ ലിയാമിനെ ഗിത്താർ വായിക്കാൻ പഠിപ്പിച്ച എന്ന് തിരക്കി. തന്റെ അമ്മയാണ് എന്നായിരുന്നു ലിയാം മറുപടി പറഞ്ഞത്. ഈ സമയം ലിയാമിന്റെ അച്ഛൻ അടുക്കളയിൽ ജോലിയിലായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്നെന്തോ പരിക്ക് പറ്റി. അത് നോക്കാൻ ലിയാം എഴുന്നേറ്റ് ചെന്നതും ബില്ലി ഗിത്താർ എടുത്തിരുന്നു. കോഫി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അച്ഛന് ചെറിയ പൊള്ളലേറ്റത്. ലിയാം അച്ഛനെ സഹായിക്കാൻ ആരംഭിച്ചു. മറുവശത്ത് ഗിത്താർ എടുത്ത ബില്ലിയാകട്ടെ ലിയാം കുറച്ചു മുമ്പ് വായിച്ച അതേ ട്യൂൺ അതുപോലെ തന്നെ മനോഹരമായി ഗിത്താറിൽ വായിക്കാൻ ആരംഭിച്ചിരുന്നു. മനോഹരമായി ബില്ലി അങ്ങനെ വായിക്കുന്നത് അതിശയത്തോടെ ലിയാമും അച്ഛനും നോക്കിക്കണ്ടു. ആരാവളെ ഗിത്താർ വായിക്കാൻ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ ആരും തന്നെ പഠിപ്പിച്ചിട്ടില്ലെന്നും താനിപ്പോ തനിയെ വായിച്ചതാ എന്നുമായിരുന്നു അവൾ പറഞ്ഞത്. മകളുടെ ആ കഴിവ് ലിയാമിനെ അതിശയിപ്പിക്കുന്നതായിരുന്നു. പാരമ്പര്യമായി മകൾക്ക് മ്യൂസിക് കഴിവുകൾ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന സന്തോഷം അവൻ പ്രകടിപ്പിച്ചു. അതോടെ മകൾക്ക് ഗിത്താർ സമ്മാനമായി വാങ്ങി നൽകാൻ ലിയാം തീരുമാനിക്കുകയും ചെയ്തു. അന്ന് ബില്ലിയെ കൊണ്ടുപോവാൻ ജോസി വന്നപ്പോ ജോസിയോട് അവനത് പറഞ്ഞെങ്കിലും ജോസിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ മകള് നന്നായി ഗിത്താർ വായിക്കും, ടാലന്റ് ഉണ്ടെന്ന് അറിഞ്ഞതോടെ മകളുടെ കാര്യമായതുകൊണ്ട് ജോസി അതിന് സമ്മതിച്ചു. അടുത്ത ദിവസം മകൾക്ക് അവൻ ഗിത്താർ വാങ്ങിക്കൊണ്ടുവന്നു. ബില്ലിയും ലിയാമും ഒന്നിച്ച് ഗിത്താർ വായിച്ചു. അതിശയത്തോടെ ജോസിയും ലിയാമിന്റെ അച്ഛനും അതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ബില്ലിയും ലിയാമും അടുക്കുന്നത് ജോസി കൗതുകത്തോടെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. അത് മാത്രമല്ല ലിയാം അച്ഛനു വേണ്ടി പുതിയ കോഫി മെഷീനും വാങ്ങിക്കൊടുത്തു. വീടിന്റെ പരിസരവും അമ്മയുടെ റോസ് ഗാർഡനും ഒക്കെ അവൻ ക്ലീൻ ചെയ്തു. ഈ സമയം അത്രയും മകൾക്കൊപ്പമുള്ള ലിയാമിന്റെ ബന്ധവും കൂടുതൽ ഊഷ്മളമാകുന്നുണ്ടായിരുന്നു. അന്ന് ലിയാമിന്റെ വീട്ടിലായിരുന്നു ബില്ലി രാത്രി ചിലവഴിച്ചത്. ജോസി അതിനെ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ബില്ലി അന്ന് ഉറക്കാൻ കെടുത്താൻ പോകുമ്പോ ബില്ലി ലിയാമിനോട് ആ ചോദ്യം ചോദിച്ചു. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ടാ അച്ഛനമ്മയെ വിട്ടുപോയതെന്ന്. ആ ഒരു പ്രായത്തിൽ ഞാൻ വെറും ഒരു മണ്ടനായിരുന്നു. ഞാനും ജോസിയും ഒരിക്കൽ പുറത്തു പോയപ്പോ തനിക്ക് റെക്കോർഡിംഗ് ഓഫർ ചെയ്തിരുന്ന റെക്കോർഡ് കമ്പനി അത് ശ്രദ്ധിച്ചു. അങ്ങനെ തനിക്ക് റെക്കോർഡിംഗ് കോൺട്രാക്റ്റും ഒരു ടൂർ കോൺട്രാക്റ്റും തന്നു. അന്നൊക്കെ കരിയറും ടൂർ കോൺട്രാക്റ്റും ഒക്കെ വലിയ കാര്യമായി എനിക്ക് തോന്നിയിരുന്നു. അപ്പോ അത് അമ്മയോട് പറഞ്ഞ അമ്മയും കൊണ്ടുപോയാ പോരെ എന്ന് ബില്ല് തിരക്കി. ലിയാം പറഞ്ഞു, അന്നെന്തോ എനിക്കതിന് സാധിച്ചില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോ തട്ടിക്കളയാനും പറ്റിയില്ല. എന്റെ തെറ്റ് തന്നെയായിരുന്നു. തെറ്റുകൾ അംഗീകരിച്ച് ലിയാം അത് പറഞ്ഞപ്പോ ബില്ലിക്ക് ലിയാമിനോട് സ്നേഹം തോന്നി. അത്ര നാളും അച്ഛനെന്ന് വിളിക്കാതിരുന്ന അവൻ ഞാൻ അച്ഛ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ലിയാമിനും അതേറെ സന്തോഷമായിരുന്നു. ഇതൊക്കെ പുറത്തുണ്ടായിരുന്ന ജോസിയും ലിയാമിന്റെ പപ്പയും കേൾക്കുന്നുമുണ്ട്. ലിയാം ഇപ്പോഴും തന്നെയേറെ പ്രണയിക്കുന്നുണ്ട് എന്ന ആ സന്ദർഭങ്ങളോടെ ജോസി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അന്ന് ജോസിയും ലിയാമും പിന്നീട് സംസാരിച്ചു. ബില്ലി തന്നെ അച്ഛൻ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യം അവൻ അവളോടായി പറഞ്ഞു. അങ്ങനാണെങ്കിൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസും റിസ്കുമൊക്കെ ഏറ്റെടുക്കാൻ ലിയാം തയ്യാറായിക്കൊള്ളണം എന്നായിരുന്നു ജോസി പറഞ്ഞത്. ബില്ലിയും ലിയാമും തമ്മിലുള്ള അടുപ്പം ജോസിയുടെ മനസ്സിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിരുന്നു. ജോസിയും ലിയാമിനെ പഴയതുപോലെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്ത് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നാലും ബില്ലിയുടെ അച്ഛനാവാൻ താൻ ഒരുക്കമാണ് എന്ന് ലിയാം പറഞ്ഞു. ജോസിയെ തിരികെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ ലിയാം അന്ന് പോയിരുന്നു. അവർ തമ്മിൽ അന്നേറെ നേരം സംസാരിച്ചു. ഫേമസ് മ്യൂസീഷ്യനായ ലിയാമിനെ താൻ ഇതുവരെ ഡേറ്റ് ചെയ്തിട്ടില്ലല്ലോ, നിന്റെ ഒപ്പം ഒരു ഡേറ്റിന് പോവാൻ ആഗ്രഹമുണ്ട് എന്ന് ജോസി പറഞ്ഞു. ലിയാമും ഏറെ സന്തോഷത്തോടെയായിരുന്നു അത് കേട്ടത്. ശനിയാഴ്ച രാത്രി അവരൊന്നിച്ച് ഡേറ്റിന് പോവാൻ തീരുമാനിച്ചു. അങ്ങനെ ശനിയാഴ്ച വൈകുന്നേരം ജോസിയെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷറി കാർ തന്നെ വന്നിരുന്നു. ജോസി അതിൽ സഞ്ചരിക്കുമ്പോൾ ഡ്രൈവറോട് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. ലിയാം പേജ് നിങ്ങൾക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് എന്നായിരുന്നു ഡ്രൈവർ പറഞ്ഞത്. യാത്രയ്ക്കൊടുവിൽ ജോസി എത്തിച്ചേർന്നത് വലിയൊരു പൂപ്പാടത്താണ്. തന്റെ ഹെലികോപ്റ്ററുമായി ജോസിക്കായി ലിയാം അവിടെ കാത്തുനിന്നിരുന്നു. ഹെലികോപ്റ്ററിൽ
കയറി ജോസിയുമായി ലിയാം സഞ്ചരിച്ചു. അവർ യാത്ര ചെയ്ത് പറന്നിറങ്ങിയത് നഗരത്തിലെ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിന്റെ മുകളിലേക്കായിരുന്നു. അവിടെ അവരെ പ്രതീക്ഷിച്ച് നിരവധി മീഡിയ റിപ്പോർട്ടേഴ്സും മറ്റു പലരും കാത്തുനിന്നിരുന്നു. ജോസി ആരാണ്, എന്താണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ലിയാമിനെ തേടിയെത്തി. ജോസിയാണ് തന്റെയാൾ എന്ന തരത്തിലായിരുന്നു ലിയാം മറുപടി പറഞ്ഞത്. അവരെന്ന് ഒന്നിച്ച് എൻജോയ് ചെയ്തു, ഒന്നിച്ച് ഡാൻസ് കളിച്ചു. ജോസിയും ഏറെ സന്തോഷവതിയായി കാണപ്പെട്ടിരുന്നു. ഒക്കെ കഴിഞ്ഞ് ജോസിയെ തിരികെ ലിയാം വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ആ സമയം വരാൻ പോകുന്ന പുതിയ വിദേശ പര്യടനത്തെപ്പറ്റി, ടൂറിനെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ട് സാം ലിയാമിനെ വിളിച്ചിരുന്നു. ലിയാം മാനേജർ സാമുമായി അതിനെപ്പറ്റി സംസാരിച്ചു. അടുത്ത ദിവസം ജോസിയുടെ ഫാമിലിക്കൊപ്പം ലിയാമിനും ഫാമിലിക്കും ഒരു ലഞ്ച് പാർട്ടി ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് അവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ബില്ലിക്ക് ശ്വാസം മുട്ടാൻ ആരംഭിച്ചു. അടുത്തുണ്ടായിരുന്നെങ്കിലും ലിയാം പെട്ടെന്നത് ശ്രദ്ധിച്ചിരുന്നില്ല. അത് കണ്ടതും ഒരു നിമിഷം ലിയാം സ്തബ്ധനായി പോവുകയും ചെയ്തിരുന്നു. ഭാഗ്യവശാൽ ജോസിയുടെ സഹോദരൻ ജാക്ക് അത് കണ്ടു. ജാക്ക് ഓടി വന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കുട്ടിയെ രക്ഷപ്പെടുത്തി. അപ്പോഴും സ്തബ്ധനായി ലിയാം അത് നോക്കി നിൽക്കുമായിരുന്നു. ലിയാം അപ്പോൾ ആലോചിച്ചത് ചെറുപ്പത്തിൽ തന്റെ അമ്മ അതുപോലെ മരണപ്പെട്ട അതിന്റെ ഓർമ്മകളായിരുന്നു. അന്ന് ബില്ലി എങ്ങനെ ശ്വാസം മുട്ടിയപ്പോഴും ലിയാം ഒന്നും പ്രവർത്തിക്കാതെ നിന്നതിലുള്ള തന്റെ ദേഷ്യം ജാക്ക് പ്രകടിപ്പിച്ചു. കുറ്റബോധത്തോടെ മകൾക്കു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ലിയാം മദ്യപിച്ചുകൊണ്ടിരുന്ന അവസരത്തിലായിരുന്നു അത്. ലിയാം ഒരു നല്ല അച്ഛൻ പോലും അല്ലെന്നും നീ വരുന്നതിനു മുമ്പ് ബില്ലിയുടെയും ജോസിയുടെയും ജീവിതം നല്ലതായിരുന്നു, നീ വന്നേ പിന്നെയാ ഇപ്പോ വീണ്ടും അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുമൊക്കെ ജാക്ക് പറയുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ കുറ്റബോധത്തിൽ മുഴുകിയിരുന്ന അവൻ തന്റെ അച്ഛനുമായി സംസാരിച്ചു. അന്ന് അവന്റെ അമ്മ ശ്രദ്ധ കൊടുക്കപ്പെടാതെ മരണപ്പെട്ടപ്പോ താനതിന്റെ കുറ്റബോധത്തിൽ ആഴ്ന്നു പോയിരുന്നെന്നും അതുകൊണ്ടാണ് അന്ന് തന്റെ മകനായ ലിയാമിനെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയിരുന്നത് എന്നും പറഞ്ഞിരുന്ന ആ മനുഷ്യൻ തന്റെ മകനോട് ക്ഷമ ചോദിച്ചു. അമ്മയുടെ മരണത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും നീയും കൺസേർട്ടിന്റെയും ഒക്കെയും പേരിൽ എല്ലാവരിൽ നിന്നും ഓടി ഒളിച്ചതെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും അച്ഛൻ അവനോട് പറഞ്ഞിരുന്നു. ലിയാം ഏറെ ആലോചിച്ചു. ആർക്കും ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത, ആരെയും സംരക്ഷിക്കാൻ പറ്റാത്ത താൻ ബെല്ലിക്കും ജോസിക്കും പറ്റിയ ഒരാളല്ല എന്ന് അവന് തോന്നി. ജോസിയുടെ കുടുംബത്തിലും മറ്റും താനൊരു പ്രശ്നക്കാരൻ മാത്രമാണ് എന്ന് ചിന്തിച്ച അവൻ അടുത്ത ദിവസം പുലർച്ചെ ആരോടും പറയാതെ വീണ്ടും നാടുവിടുകയാണ്. അച്ഛന്റെ കോഫി മെഷീനിൽ ഞാൻ അവർക്ക് ചേരുന്നവനല്ല അച്ഛ, എനിക്ക് വേണ്ടി അവരോട് അച്ഛനൊന്ന് ഗുഡ് ബൈ പറയണേ എന്നവൻ എഴുതിയൊട്ടിച്ചിരുന്നു. ഇത്തവണത്തെ ലിയാമിന്റെ മടങ്ങിപ്പോക്ക് ജോസിയെയും ബില്ലിയെയും അടക്കം കൂടുതൽ വിഷമിപ്പിച്ചിരുന്നു. ലിയാം തന്റെ പര്യടന പരിപാടിയിലേക്ക് എത്തിച്ചേർന്നു. ലണ്ടനിൽ അവൻ പ്രോഗ്രാം അവതരിപ്പിച്ചു. ലിയാമിന്റെ പെർഫോമൻസ് ഒക്കെയും ഫാൻസ് ആസ്വദിച്ചിരുന്നു. എന്നിരുന്നാലും ലിയാം മാത്രം ദുഃഖിതനായി കാണപ്പെട്ടു. അന്നത്തെ ഇവന്റ് കഴിഞ്ഞ് പ്ലെയിനിലേക്ക് യാത്ര ചെയ്യാൻ അവർ തിരികെ കയറി. ആ സമയമാണ് തന്റെ എതിരെയിരിക്കുന്ന വ്യക്തിയുടെ കയ്യിലെ മാഗസിൻ കവർ ലിയാം ശ്രദ്ധിക്കുന്നത്. ജോസിക്കൊപ്പം അവൻ പോയപ്പോലുള്ള വാർത്തയായിരുന്നു അതിന്റെ ഫ്രണ്ട് കവറിൽ ഉണ്ടായിരുന്നത്. ലിയാമിന്റെ അവസ്ഥ കണ്ട് സാം അവനോട് സംസാരിച്ചു. ലിയാമിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം അറിയാവുന്ന സാം ലിയാമിന്റെ തെറ്റുകൊണ്ടല്ല അന്നങ്ങനൊക്കെ സംഭവിച്ചതെന്നും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മകൾക്ക് ശ്വാസം മുട്ടിയതുപോലും ലിയാമിന്റെ തെറ്റല്ലെന്നും ഈ ഒളിച്ചോടുന്നതാണ് അവൻ ചെയ്യുന്ന തെറ്റെന്നും സാം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ലിയാമിന് അപ്പോഴായിരുന്നു തന്റെ തെറ്റെന്തെന്നും അതിന്റെ വ്യാപ്തി എന്തെന്നും മനസ്സിലാവുന്നത്. അതോടെ ആ നിമിഷം തന്നെ നാട്ടിലേക്ക് തിരികെ പോകണം എന്നവൻ തീരുമാനിച്ചു. ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ ലിയാം നാട്ടിലേക്കുള്ള അടുത്ത വിമാനം നോക്കി. എയർപോർട്ടിൽ കാത്തിരിക്കുന്ന സമയത്ത് ലിയാം തന്റെ പഴയ സെൽഫോൺ എടുത്ത് അതിലുണ്ടായിരുന്ന ജോസിയുടെ വോയിസ് മെയിലുകൾ കേട്ടുകൊണ്ടേയിരുന്നു. 8 വർഷം മുമ്പ് ജോസി അയച്ച വോയിസ് മെയിൽ ആയിരുന്നു അത്. ഓരോ ദിവസവും അവൻ ആ വോയിസ് മെയിൽ കേട്ടിരുന്നു. പക്ഷേ ജോസിയോട് എങ്ങനെ മറുപടി പറയും, എങ്ങനെ തന്റെ ഭാഗം ന്യായീകരിക്കും എന്നൊന്നും അവനന്ന് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അവൻ ജോസിയുടെ മെസ്സേജിന് റിപ്ലൈ ഒന്നും കൊടുക്കാതിരുന്നതും. അന്നവൻ അവിടെ ഇരുന്നുകൊണ്ട് ജോസിയുടെ ആ മെസ്സേജിന് മറുപടി റെക്കോർഡ് ചെയ്തു. എന്നും ജോസിക്ക് മെസ്സേജ് അയക്കണം എന്ന് തനിക്കുണ്ടായിരുന്നെന്നും പക്ഷേ എന്തു പറയും എന്ന് തനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നും അവൻ പറഞ്ഞു തുടങ്ങി. ഇപ്പോഴും തനിക്ക് അതിന്റെ ഉത്തരം അറിയില്ലെന്നും താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അവൻ കൂട്ടിച്ചേർത്തു. അമ്മയുടെ മരണം തനിക്കുണ്ടാക്കിയ ട്രോമയെപ്പറ്റിയും വീണ്ടും ജോസിയെയും മകളെയും ഉപേക്ഷിച്ചു പോവാൻ പറ്റില്ല എന്ന കാര്യവുമൊക്കെ അവൻ അതിലൂടെ പറഞ്ഞു. ശേഷം അവൻ നേരെ നാട്ടിലെത്തി. രാത്രിയിൽ തന്നെ ജോസിയുടെ വീട്ടിലേക്ക് പോയി. വീടിന് മുമ്പിലെത്തിയവൻ വാതിലിൽ മുട്ടി ജോസിയെ വിളിച്ചു. അവളോട് ക്ഷമ ചോദിച്ച് വാതിൽ തുറക്കുന്നൊക്കെ അപേക്ഷിച്ചെങ്കിലും ആരും വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. തന്റെ മറുപടികൾ ജോസി കേൾക്കട്ടെ എന്ന് ചിന്തിച്ച് പഴയ മൊബൈൽ ഫോൺ ജോസിയുടെ വീടിന്റെ വാതിൽക്കൽ വെച്ച് അവൻ അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് രാവിലെ ജോസി വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ലിയാം എഴുന്നേറ്റത്. കുറ്റബോധത്തോടെ ലിയാം പുറത്തേക്ക് ചെല്ലുമ്പോ ജോസി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നിന്റെ ഫോണിന്റെ വീടിന്റെ മുമ്പിൽ
നിന്ന് കിട്ടി? നിന്റേല് അത്രയധികം പണം ഇപ്പോ ഉണ്ടല്ലോ, എന്നിട്ടും ഈ പഴയ ഫോൺ എന്തിനാ കൊണ്ടു നടക്കുന്നേ? അവൾ ചോദിച്ചു. കൂട്ടത്തിൽ അവൾ ആ മെസ്സേജുകളൊക്കെ കേൾക്കുകയും ചെയ്തിരുന്നു. എന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണോ നീ ഇത്ര കൊല്ലമായും ഈ ഫോൺ സൂക്ഷിക്കുന്നത് എന്ന അവളുടെ ചോദ്യത്തിന് അതേ എന്ന് ലിയാം മറുപടി പറഞ്ഞു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഓരോ ദിവസവും എന്റെ വോയിസ് മെസ്സേജ് അടക്കം നീ കേട്ടിട്ടും എന്തിനാ എന്നെ വിട്ടു പോയത് എന്ന് ജോസി തിരക്കി. ലിയാമിന് മറുപടി ഉണ്ടായിരുന്നില്ല. നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവാം, പക്ഷേ ഇനിയൊരിക്കലും ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോവില്ല എന്ന് ലിയാം പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞ് ലിയാമിനടുത്തേക്ക് ജോസി എത്തി. പരിഭവങ്ങൾ മറന്ന് അവർ ഒന്നുചേരുകയായിരുന്നു. അധികം വൈകാതെ സെയിന്റ് അഗസ്റ്റിൻ ചർച്ചിൽ വെച്ച് തന്നെ അവരുടെ വിവാഹം നടന്നു. തന്റെ മാതാപിതാക്കളുടെ വിവാഹത്തിന് സാക്ഷിയായി ബില്ലിയും ഉണ്ടായിരുന്നു. പിന്നീടുള്ള ടൂറുകളിലും പര്യടന പരിപാടികളിലും ലിയാം തന്റെ കുടുംബത്തെയും കൂട്ടി. ബില്ലിയും ലിയാമും പലയിടത്തും പെർഫോം ചെയ്തു. സന്തോഷത്തോടെ അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.